കഴിവണം മോനെ. സ്വന്തം അനുദിനെ പോലെ കരുതി എന്നെ നീ എസ്പേഡ് ഇടാൻ കൂലിയാക്കി നാടൻ കളിക്കായിരുന്നടാ. പേടി കൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഈ കുട്ടിയെ സ്നേഹിച്ചു എന്നല്ലാതെ ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോട് പൊറുക്കണം. സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും, എന്തും. ഇവളെ ഞാൻ പറഞ്ഞു വിടണോ? സാറ് പറയും. സാറേ, എന്റെ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. അവക്ക് അവനെയും അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവരൊന്നിച്ച് ജീവിച്ചോട്ടെ. സാറ് വിചാരിച്ചാ മാത്രമേ നടക്കൂ. ഈ മുത്തശ്ശിയുടെ അപേക്ഷയായത്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇറ്റ്സ് വെരി ഡിപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് സീരിയസ് മാറ്റർ. അയ്യോ, അങ്ങനെ പറയല്ലേ. പത്രോസേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഒന്നുകൂടി അടിച്ചേ. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ എന്തും കേൾക്കും. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പുള്ളിക്കാരന് പേടിയാ. നീ പേടിക്കണ്ട. പക്ഷെ സംഗതി പെൺവാണിവായത് കൊണ്ടാ എനിക്കൊരു മടി. അയ്യോ, ഇത് പെൺവാണിപ്പല്ല, ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്രേമിച്ചതാ. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എടാ, ഇപ്പൊ ഇവിടെ നടക്കണ എന്തൊക്കെയാണെന്ന് അറിയാമോ? പെണ്ണ് നിന്റെ കൂടെ 2 മാസം താമസിച്ചതിന് ശേഷവും വേണമെങ്കിൽ ഇത് പെൺവാണിവാക്കാം. അവക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ പോവുകയും ചെയ്യാം. എന്തും പറഞ്ഞ് തോണ്ടിയത് ഞാനാ. എന്തും പറഞ്ഞ് അവളുടെ ചരിത്രം നഷ്ടപ്പെടുത്തിയതും പറഞ്ഞ്. ചരിത്രമല്ല, ചാരിത്രം. സിർജിനിറ്റി. നിന്റെ സിർജിനിറ്റിക്ക് അയ്യേ, പത്രോസേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അവിടുന്ന് വന്നല്ലുള്ളൂ, ചേട്ടനടിച്ച് ഫിറ്റായ പട്ടിക്കഴിവറിയോനെ. നീ നോക്കണ്ട, നിന്റെ ഏമാന്റെ കാറ്റ് പോയെന്നാ തോന്നണേ. അഡീഷണൽ DGP മന്ത്രിയൊക്കെ കൂടെ അങ്ങനെ കൊന്നു കാണും. ഈ പത്രോസ് പോകേണ്ടി വരുമല്ലോ അങ്ങേരെ കൊണ്ടുവരാൻ. ആരാടാ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരല്ല വീട്ടിലേക്ക് 2 ടോർച്ച് അടിച്ചു നോക്കണം. രാമനാഥൻ സാറാ വരുന്നത്. എന്റെ കാര്യം ശരിയാക്കണേ. നീ പൊക്കോടാ, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. നീ എന്റെ പ്ലാൻ കണ്ടോ? പ്ലാൻ. ആ ചെറ്റ കഴിവറണോൻ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ട് ബാക്കിയുള്ളവനെ കിടക്കപ്രതിയില്ലാത്തത്. നിന്നെ ഒന്ന് സ്നേഹിക്കാൻ കൊള്ളുകടാ പൊന്നൊക്കെ. ബാക്കി പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ലാന്ന് മിസ്റ്റർ രാമനാഥൻ. നീ എന്താ വിളിച്ചേ? അല്ല, മിസ്റ്റർ രാമനാഥൻ സാറിന് വിളിച്ച തെറ്റ. പെണ്ണിനെ പറ്റിയും പ്രേമത്തിനെ പറ്റിയും സാറിന് ഒരു പുണ്ണാക്കും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഡെയ്സി അപ്പു തമ്മിലുള്ള പ്രേമം ഗാഢമാണ്. ചങ്ങമ്പുഴൻ രമണനും പോലെ, നയനാർ കരുണാകരനും പോലെ. അതേപ്പറ്റി എന്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താടാ? എന്റെ അഭിപ്രായത്തിൽ അവൻ കഴിച്ച് തണ്ടിത്തരോ ചെറ്റത്തരോ ഒന്ന് പറയാൻ പറഞ്ഞിട്ടില്ലേ? ഞാനെങ്ങനെ പറയണം? പത്രോസ് പാരയായിന്നാ തോന്നണേ. ഇയാൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്താൽ എന്നെ വേണം തല്ലാൻ. മൂക്കറ്റം വെള്ളം അടിച്ചോണ്ട് നിന്ന് മോങ്ങുന്നു. പോയി വിളിച്ചോണ്ടവനെ. അങ്ങോട്ടോടെ പോവോ? അല്ല, അപ്പ വിളിക്കാനായിട്ടാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ എന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞില്ല. എന്നോട് ചോദിക്കാതെ കണ്ണിക്കണ്ട തോന്നിവാസം കാണിക്കുന്നവനൊന്നും കയറി വരാനുള്ള വീടല്ലത്. ചോദിച്ചിട്ടൊക്കെ പ്രേമിക്കാൻ പറ്റുമോ? വേണ്ടടാ, നീ പ്രേമിച്ച് മരിക്ക്. പിന്നെന്താ പ്രേമഭാജനത്തെ അവിടെ ഇട്ടുണ്ട്, നീ മാത്രം ഇങ്ങോട്ട് എഴുന്നള്ളത്? അത് പിന്നെ സാറിന് സംശയം തോന്നണ്ടാന്ന് കരുതി. എന്ത് സംശയം? അല്ല, രാത്രിയിലെ ആകെ ഒരു മുറിയുള്ള വീട്ടിലെ ഞാനും ആ പെണ്ണും ഞാനും എന്തെങ്കിലും സംഭവിച്ച അതിന്റെ മാനക്കെട് സാറിനല്ലേ? സംഭവിച്ചാ കൊന്നുകളാ ഞാൻ. ഒന്നും സംഭവിക്കില്ല, അമ്മച്ചാണ് ഒന്നും സംഭവിക്കില്ല. പിന്നെ നാളെ രാവിലെ അവളെ കൊണ്ട് വീട്ടിലാക്കിയേക്കണം. വീട്ടിൽ കൊണ്ടാക്കാനോ? എന്താ പറ്റിയല്ലേ? സാറ് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. എനിക്ക് നിങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് അവര് വാക്ക് തന്നു. സത്യമാണോ? സത്യം ചെയ്യിച്ചു. കല്യാണത്തിന് ശേഷം നിന്നെ അവർ അമേരിക്കയിൽ കൊണ്ടുപോകും. പക്ഷേ അതിനു മുമ്പ് അവരെ മാനം രക്ഷിക്കാൻ വേണ്ടി നീ ആ പെണ്ണിനെ അവിടെ കൊണ്ടുവന്ന് ആക്കണം. ഈശ്വര, ഞാൻ എങ്ങനെയാ സാറിനോട് നന്ദി പറയേണ്ടത്? നന്ദിയൊന്നും പറയണ്ട. അപ്പൊ കൂടെ സാറ് ചെല്ല്, അല്ലെങ്കിൽ ആ പെണ്ണ് പേടിക്കും. എന്നാ പോയിക്കോട്ടെ സാർ. പിന്നെ നീ തിണ്ണേ കിടന്നാ മതി. കല്യാണം കഴിയുന്നവരെ സെക്യൂരിറ്റിയുടെ ചാർജ് എനിക്കാ, മനസ്സിലായോ? അയ്യോ, ഞാൻ വേണേ മുറ്റത്ത് കിടന്നോളാം. സാറിന് വേറെ ഒന്നും തോന്നരുത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഗുഡ് നൈറ്റ്. എന്തിരിപ്പാ കുട്ടിയേത്? ഇന്നലെ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടച്ചോ നീ? എല്ലാം ഈശ്വരൻ നേരാക്കി തരും മോളെ. അപ്പു വന്നില്ലേ ഇതുവരെ? അവൻ രാമനാഥൻ സാറിനെ കണ്ടിട്ട് രാത്രി തന്നെ വന്നല്ലോ. ഇത്തിരി ഇരുട്ടിട്ടാ വന്നത്. തിന്നേ തന്നെ കിടന്ന് ഉറങ്ങി, ഉണർന്നിട്ടില്ല. മുത്തച്ഛി കോലി പോയിട്ട് ഇപ്പൊ വരാം. എന്റെ മോള് സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ.
ചായ കുടി. അയ്യോ, നീ എന്താ ഇവിടെ? എപ്പോഴാ ഇവിടെ കിടന്നേ? എന്തിനാ ഇവിടെ കിടന്നേ? അപ്പുന്റെ കൂടെ അല്ലാതെ പിന്നെ എവിടെ ഞാൻ കിടക്കണത്? ഞാൻ ഇവിടെ രാത്രിയിൽ കിടന്നു. എന്റെ അമ്മച്ചി, എന്താ? നിന്നെ ഒന്ന് തൊടുപോലും ഇല്ലെന്ന് ഞാൻ രാമാസാറിന് വാക്ക് കൊടുത്താ. എന്നിട്ടിപ്പോ അബോധാവസ്ഥയിൽ നീ എന്റെ കന്യാത്തം കവർന്നെടുത്തോടി. ഈശ്വര, എന്റെ വെർജിനിറ്റി പോയി. ഒരു സ്നേഹവും ഇല്ല അപ്പൂന്. ഇന്നലെ രാത്രി എന്നെ തനിച്ചാക്കിയിട്ട് പോയില്ലേ? വന്ന ദിവസം തന്നെ എന്നോട് ഇത് വേണ്ടായിരുന്നു. ഞാൻ ഒത്തിരി കരഞ്ഞു. എല്ലാരും ഉപേക്ഷിച്ചല്ലേ അപ്പു ഞാൻ വന്നേ. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? സോറി മോളെ, മനഃപൂർവ്വം നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. എന്ത് അത്ഭുതം? പറയാം. അതിനു മുമ്പ് നിന്റെ പരിഭവം ഒന്ന് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. രാമനാഥ സാറിന് കൊടുത്ത വാക്ക് തൽക്കാലം കാശിക്ക് പോട്ടെ. കൊണ്ടോടാ അവിടെ. ഇല്ല. ഈശ്വര, ഇന്നിവിടെ കൊല നടക്കും. ഏയ്, ഇതുവഴി പോയാൽ കാണും. അയ്യോ, അതുവഴി പോവല്ലേ, ഇങ്ങോട്ട് പോ. കട്ടിലടി കയറിക്കോ. നിനക്കെന്താ ഒരു സിനിമാസ്കോപ്പ് ചിരി? രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു. ആറ്റുവാക്കാര് അത്ര നല്ലവരായതുകൊണ്ട് ഒരു ടെൻഷൻ. രാത്രി പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഏയ്, എന്ത് പ്രശ്നം? ഞാനിവിടെ കിടന്നു, അവള് മോളിൽ കിടന്നു. അല്ല, അകത്ത് കിടന്നു. അതല്ലടാ മരക്കഴി. ആ ആന്റണി സംഘവും ഒന്നും വല്ല കുഴപ്പമുണ്ടാക്കിയെന്ന് ചോദിച്ചാ ഏയ്, നീ അവളോട് കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അവളോട് പറയാം. എവിടെ അവള്? എവിടെ അവള്? ആകാശത്തിലോ? അല്ല, അകത്ത്. എന്തി അവള്? ഷേവ് ചെയ്യാ. അല്ല, പല്ലേക്കണോ? നീ അവളെന്ന് വിളിച്ചേ? ഇപ്പൊ പറ്റില്ല. എന്താ പറ്റാ? വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പറ്റില്ല. എന്താ പ്രശ്നം? ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണ് പ്രശ്നം? ബാത്റൂമിലാ. എന്നാ നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ? ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ നിനക്ക് തലയ്ക്ക് വട്ടായ? പട്ടായ, എനിക്കും അങ്ങനെ തോന്നാ. ആകപ്പാടെ ഒരു പരിഭ്രാന്തി. വെറുതെ ചിരിക്കാനും കരയാനും അങ്ങോട്ട് തോന്നുക. ഇതിനാണ് സാർ വട്ടെന്ന് പറയാ. ഇതിനും വട്ടെന്ന് പറയാറുണ്ട്. നിനക്കെന്താ കോങ്കണ്ണുണ്ടോ? ദൈവമേ, സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കോങ്കണ്ണും വരുന്നുണ്ട്. കംപ്ലീറ്റ് പ്രോബ്ലംസാ. ആ, എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും രാവിലെ തന്നെ ആ പെങ്കൊച്ചിനെ കൊണ്ട് വീട്ടിലാക്കി. അയ്യോ, ഒന്നുമില്ല, വെറുതെ ഒരു അയ്യോ. പെണ്ണ് കട്ടിലടിക്കണമെന്ന് വിഷമിക്കുന്നുണ്ടാവില്ലേ? അതെ. സാറെന്താ പറഞ്ഞേ? ഒന്നാമത് നീ അവളെ വളച്ചൊരു പരുവത്തിലാക്കി. കട്ടിലിനടി കിടന്ന് ഇനിയും വളഞ്ഞ അരിവാള് പോലെ ഒരു ഭംഗി ഉണ്ടാവില്ല. കാണാൻ എന്നിട്ട് പോകാൻ പറയണം അവളോട്. ഇറങ്ങി പോരെ, കണ്ടുപിടിച്ച് കൊണ്ടാക്കിട്ട് എന്നെ ഒന്ന് വിളിക്കണം. എടോ മൈഗുണാപ്പ, ഞാൻ പറയുന്നൊന്ന് അങ്ങോട്ട് കേൾക്ക്. എക്സൈസ് നിയമപ്രകാരം പള്ളിക്കൂടവും ബാറും തമ്മിൽ 200 മീറ്റർ അകലം വേണമെന്നാ. ആ നിയമം പാലിച്ചേ പറ്റൂ. അപ്പോ ബാറിരിക്കുന്ന പുതിയ 10 നില കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാണോ? എടോ, പുതിയ കെട്ടിടം പൊളിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? ബാറല്ല നമ്മൾ പൊളിക്കുന്നത്. ബാറിനടുത്തുള്ള സ്കൂള് പൊളിച്ചടക്കാൻ ഓർഡർ ഇട്ടിരിക്കാൻ ഞാൻ. അതിന് വകുപ്പ് ഞാൻ വേറെ കണ്ടുപിടിച്ചു. എക്സൈസും വിദ്യാഭ്യാസം ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ മന്ത്രിയെ ഞാൻ. താൻ എന്നെ നിയമം പഠിപ്പിക്കണ്ട. അതെ, കമ്മീഷണർ ഇപ്പൊ എത്ര സാർ? ദാസ്ബാ, നീ ആ സ്റ്റേറ്റ് കാർ എടുത്തുകൊണ്ട് പോയിട്ട് 50 കുപ്പി മിനറൽ വാട്ടർ വാങ്ങി മണിയമ്മയ്ക്ക് കൊണ്ടുകൊടുക്ക്. എന്റെ ഭാര്യ മണിയമ്മ മിനറൽ വാട്ടറിലെ കുളിക്കണേ. പക്ഷെ കളർ വയ്ക്കണല്ലേ. മണിയമ്മ ചേച്ചിക്ക് 50 ഉപ്പുണ്ട്, എന്താകാനാ? നല്ല തടിയല്ലേ? അത് മതിയടോ. അവള് കുളി തുടങ്ങിയത് തന്നെ ഞാൻ മന്ത്രിയായതിനു ശേഷ. ആ പിന്നെ അവനിപ്പം എത്തും ആ കമ്മീഷണർ. 10 ലക്ഷം പോരാ, ഇനി ഇത്തിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞാലും താനങ്ങ് സമ്മതിച്ചേക്കണം. അയാള് മനസ്സ് വെച്ചാലേ തന്റെ ചേട്ടനെ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. സല്യൂട്ടൊന്നും വേണ്ട കമ്മീഷണറെ. ആര് കാണാനാ? ഇതാ ഇങ്ങോട്ട് ഇരുന്നേൻ. വേണ്ട സർ. പ്രോട്ടോകോളൊന്നും നോക്കണ്ട രാമനാഥ. പ്രോട്ടോ കേളല്ല സർ, പ്രോട്ടോകോൾ. എന്തായാലും പ്രോ ഉണ്ടല്ലോ. നമ്മളിപ്പോ സുഹൃത്തുക്കളാണോ? ഞാൻ മന്ത്രിയായത് എന്റെ തെറ്റാണോ? അല്ല സർ,
ജനങ്ങളുടെ തെറ്റാണ്. അത് തമാശ, തമാശ. എന്നെ വിളിപ്പിച്ച കാര്യം പറ സർ. പറയാം. ഇതാരാണെന്നറിയോ? ഇയാളെ നമ്മുടെ വിഷമദ്യ ദുരന്ത കേസിലെ 1-ാം പ്രതി പൊന്നച്ചന്റെ അനിയനല്ലേ? എനിക്കറിയാം സർ. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതിന്റെ പാട് എപ്പോഴും ഇയാളുടെ ദേഹത്തുണ്ടാവും അല്ലേടോ? അതെ, ചോദ്യം ചെയ്തപ്പോ ഞാൻ 1-2 കള്ളം പറഞ്ഞു. പോലീസ് എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നവരെ തല്ലാനുള്ളവരാ അല്ലേ കമ്മീഷണറെ? പിന്നെ ഞാനൊരു റെക്കമെൻഡേഷന് വേണ്ടിയാ വിളിപ്പിച്ചത്. പൊന്നച്ചനെതിരെയുള്ള കുറ്റപത്രം മറ്റന്നാളെ കോടതിയിൽ സമർപ്പിക്കുന്നെന്ന് കേട്ടു. അയാൾക്ക് കൊലക്കയർ വരെ കിട്ടാവുന്ന തരത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഞാൻ ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ദൈവം തമ്പരം വിചാരിച്ചാൽ പോലും പൊന്നച്ചനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല സർ. പറ്റണം. അതിനാ കമ്മീഷണർ വിളിപ്പിച്ച്. കമ്മീഷണറും ഞാനും അവറാച്ചനും നമ്മുടെ പാർട്ടിയൊക്കെ ഒരേ ഗ്രൂപ്പാണെന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞേ. മനസ്സിലായോ? ആ അവറാച്ചന്റെ 100 ഏക്കർ ഏലത്തോട്ടം. ഉള്ള കാര്യം നേരെ പറയാലോ. കമ്മീഷണർക്ക് വീണ്ടും കാശുണ്ടാക്കാനുള്ള ഒരു തന്ത്രം പറയാനാ വിളിപ്പിച്ചേ. ഞാൻ എന്ത് തന്ത്രം പയറ്റിയാലും ശിക്ഷ വിധിക്കുന്നത് കോടതിയല്ലേ സർ? കോടതിയൊക്കെ രാമനാഥന്റെ പേനയുടെ മുമ്പിൽ പുഴുക്കളാ. അതൊക്കെ എനിക്കറിയാം. കൂടുതലൊന്നും പറയുന്നില്ല. കുറ്റപത്രത്തിൽ പൊന്നച്ചന് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടായിരിക്കണം. കമ്മീഷണറെ, പൊന്നച്ചനകത്തായാൽ മദ്യദുരന്തം തീരുന്നു തോന്നുന്നുണ്ടോ? ചുമ്മാതാ. ഒരു വൈപ്പിൻ, പിന്നെ പുനലൂര്, കല്ലുവാതിക്കൽ, കല്ലമ്പലം, അതിങ്ങനെ മനുഷ്യചങ്ങല പോലെ നീളും. 15 പേരെ കൊന്നൊരു പൊന്നച്ചൻ പോയാൽ 100 പേരെ വിഷം കൊടുത്തു കൊല്ലാൻ മറ്റൊരു പൊന്നച്ചൻ വരും. വന്നില്ലെങ്കിൽ സാറിനെ പോലുള്ളവർ വരുത്തും. വരുത്താതിരിക്കാൻ പറ്റുമോ അനിയ? നിലനിൽക്കണ്ടേ? സത്യത്തിൽ ഇവിടെ ശിക്ഷിക്കേണ്ടത് പൊന്നച്ചന്മാരെ അല്ല സർ, അവരെ സൃഷ്ടിക്കുന്ന ഗുണശേഖരന്മാരെയാണ്. അവരിൽ നിന്ന് കോടികൾ കൈക്കൂലി വാങ്ങുകയും ധൂർത്തടിക്കുകയും മണിമന്ദിരങ്ങൾ പണിയുകയും ചെയ്യുന്ന നിങ്ങൾ രാജാവായിരുന്നുകൊണ്ട് തന്റെ പ്രജകൾക്ക് വിഷവീര്യം വിളമ്പാൻ കൂട്ടുനിൽക്കുന്നു. ഇതെല്ലാം അറിയുന്ന പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വോട്ട് ചെയ്യുന്നു. എല്ലാം മനസ്സിലാക്കുന്ന പാവപ്പെട്ട നിയമപാലകർ നിങ്ങൾക്ക് വീണ്ടും സല്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ മഹത്തായ ജനാധിപത്യത്തിന്റെ ഈ കറുത്ത ഭാഗത്താണ് സർ രാമനാഥൻ. പൊന്നച്ചന്റെ കുറ്റപത്രത്തിൽ വെള്ളം ചേർക്കാൻ ഞാൻ തയ്യാർ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഇയാളോടൊന്ന് സംസാരിക്കണം. ആയിക്കോട്ടെ, പക്ഷെ സഹായിക്കണം. നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യല്ലേ? പൊന്നച്ചനെ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ മന്ത്രി ഗുണശേഖരന്റെ കുടുംബ ഖജനാവിലോട്ടും അയാളുടെ പാർട്ടി ഖജനാവിലോട്ടും എത്ര കൊടുക്കാന്നാടോ വാഗ്ദാനം ചെയ്തിരിക്കുന്നേ? 1 കോടി. സാറിന് 10 ലക്ഷം രൂപ തരണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പൊന്നച്ചൻ പേരിന് നിന്നാ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റുമെന്ന് സത്യമിട്ട് പറഞ്ഞതാ സാർ ഈ 2 മന്ത്രിമാരും. ഒടുവിൽ ഇപ്പോൾ പ്രശ്നം വന്നപ്പോൾ കുറ്റം മുഴുവൻ ഞങ്ങൾക്കായി. ഒരു 100 കോടിയെങ്കിലും ഞങ്ങളെ കൊണ്ട് അവർ 5 വർഷമായി ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. അപ്പോ നിങ്ങൾ എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്? അവർക്ക് കിട്ടിയതിൻ്റെ 10-1 പോലും ഇല്ല സാർ. ഞങ്ങളെ രക്ഷിക്കണം സാർ. ചേട്ടന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ചേട്ടത്തെയും പിള്ളേരും ആത്മഹത്യ ചെയ്യും. രക്ഷിക്കാം, പക്ഷെ ഒരു ഉറപ്പ് തരണം. എന്തുറപ്പ് വേണേലും തരാം സാർ. ഇനി ഒരു ചില്ലിക്കാശ് പോലും എക്സൈസ് മന്ത്രി ഗുണശേഖരനോ അയാളുടെ ചീഞ്ഞു നാറിയ പാർട്ടിക്കോ കൊടുത്തു പോരുത് സാർ. മേലിൽ ഈ പണി ചെയ്യില്ല എന്ന് സത്യം ചെയ്യണം. ഡോ, ഇങ്ങനെ കൊലച്ചോറുണ്ട തന്റെ വരാൻ പോകുന്ന തലമുറയ്ക്ക് പോലും ഗതി കിട്ടുകയില്ല. പിന്നെ നിങ്ങളുടെ വിഷമദ്യം കഴിച്ച് മരിച്ചുപോയ ഒരു 15 പാവപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ, അവരുടെ കുടുംബത്തിന് ഒരു 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം. കണ്ണ് നഷ്ടപ്പെട്ട 8 പേരുണ്ട്, അവർക്ക് 3 ലക്ഷം രൂപ വീതം കൊടുക്കണം. പറ്റുമോ സാർ? അത് പറ്റില്ല, പറ. എനിക്ക് വേറെ പണിയുണ്ട്. കൊടുക്കാം സാർ. നാളെ തന്നെ വേണം. എൻ്റെ ആള് തൻ്റെ കൂടെ വരും. പിന്നെ താൻ എനിക്ക് തരാമെന്ന് പറഞ്ഞ 10 ലക്ഷം രൂപയും അയാളുടെ തന്നെ കൊടുത്താൽ മതി. തൻ്റെ ചേട്ടന് ജാമ്യം കിട്ടിയിരിക്കും. ഞാനാ പറയുന്നത്. ഈ ഉപകാരം ഒരിക്കലും ഞങ്ങൾ മറക്കില്ല സാർ. മറന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പൊ പറഞ്ഞതൊന്നും മറക്കരുത്. നാളെ തന്നെ പറഞ്ഞ രൂപ കൊടുത്തിരിക്കണം. മറ്റാരും ഇവരെ അറിയാനും പാടില്ല. മന്ത്രിയോട് എന്നെ പറ്റി 10 ചീത്ത പറഞ്ഞിട്ട് താൻ വയ്ക്കോ സാർ. ഇംഗ്ലീഷ് പേപ്പറാ എന്തായാലോ കുന്തം. ആ കാണ്ടാമൃഗത്തിനോട് എന്ത് ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. മന്ത്രി എന്നെ വിളിച്ചെടുത്ത് കളിയാക്കിയായിരുന്നല്ലേ? ഞാൻ പറയണ കേക്ക്. താനുമായിട്ട് ഒരു കോളിനും ഞാനില്ല. കേസിൽ നൂരാൻ വേറെ വഴി നോക്കിക്കോളാം. അത് താൻ എന്നാ കോപ്പിലെ പരിപാടിയാണോ കാണിച്ചേ? കാശ് കൂടുതലാണെങ്കിൽ ചോദിച്ചാ പോരായിരുന്നോ? എന്റെ 1 കോടി രൂപയെ കളഞ്ഞേ. ഇങ്ങനെ 1 കോടിയും 2 കോടിയൊക്കെ കൈക്കൂലി മേടിക്കുന്നത് മോശമല്ലേ മിനിസ്റ്ററെ? പണ്ട് കോടിയും മോന്തായുമില്ലാത്തൊരു ചെറ്റക്കുടലില് കട്ടൻ കാപ്പിയും കപ്പലട്ടിയും കഴിച്ച് വിശപ്പടിക്കിരുന്ന ഗുണശേഖരൻ ഇപ്പോ ഇത്രയ്ക്ക് അത്യാഗ്രഹം പാടില്ല. കമ്മീഷണറെ, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്, വേഷം കെട്ട് വീട്ടിലേക്ക്, അവറാച്ചനോട് കളിക്കുന്ന പോലെ എന്നോട് കളിച്ചാണ്ടില്ല. തന്റെ തൊപ്പിയല്ല, തൊപ്പിയിരിക്കുന്ന തലയാങ്ങളെയും പന്ന കഴിവറുടെ മോനെ, എന്റെ കൈയുടെ ചൂട് നിനക്ക് ഓർമ്മയുണ്ടല്ലോടാ. കുറെ നേരമായി നീ മിനിസ്റ്റർ കളിക്കുന്നു. 15 വർഷം മുമ്പ് 10 തേങ്ങ കട്ടതിന് കള്ളം ഗുണശേഖരനെ കുനിച്ചു നിർത്തി ഇടിച്ച കയ്യായത്.
ഇപ്പൊ വയനാട്ടിൽ തൊഴിലാളി വർഗത്തിന്റെ പേരും പറഞ്ഞ് നീ ജനങ്ങളുടെ കണ്ണി പൊടിയിട്ട് മന്ത്രിയായി. പക്ഷേ രാമനാഥന്റെ ഞരമ്പെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ, സല്യൂട്ട് ചെയ്യുന്ന ഈ കൈ കൊണ്ട് 2 കരണം അടിച്ചാൻ പൊട്ടിക്കും. എന്ത് കഷ്ടം വേണ്ടടി മേരിമേ, നമ്മുടെ മോളും മരുമോനും വന്നിരിക്കുന്നു. കൊന്തയിട്ട് കുരിശും പറപ്പിച്ച് വലതുകാലം ഒപ്പിച്ച് അകത്തോട്ടുണ്ടായി പാലും പഴം കൊടുക്കടി മേരിമേ. നിക്കടെ അവിടെ. ചേരിയിലെ ചെമ്മാന്റെയും ചെരുപ്പൂത്തിയുടെയും കൂടെ കൂത്താടി നടന്നിട്ട് വന്നിരിക്കാൻ നിന്റെ മോള്. പള്ളിമേടെ ചെന്ന് കുറച്ച് ആനാം വെള്ളം മേടിച്ച് തളിച്ചിട്ട് ആറ്റുവാക്കണ തറവാട്ടി കയറ്റിയാൽ മതി. എരണം കെട്ടോളാം. മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ മാന്യമായിട്ട് പെരുമാറുമെന്ന് രാമനാഥ് സാർ പറഞ്ഞോണ്ടാ ഞാൻ ഡേയ്സിയെ കൊണ്ടുവന്നത്. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണ്. ഇല്ലടാ തെണ്ടി കഴിവറയുടെ മോനെ. അപ്പൂനൊന്നും ചെയ്യരുത്. മിണ്ടി പോകരുത് ശാവുമേ. ഇതാണോ ഡെയ്സി മോളെ കെട്ടാൻ പോണ പയ്യൻ? മിടുക്കനാണല്ലോ. സൽമാൻ ഖാന്റെ ലുക്കുണ്ട്, പക്ഷെ പൊക്കും പോരാ. പ്രസംഗിക്കാതെ കയറി അത് വെക്കണം. വിറഞ്ഞു കയറുന്നുണ്ട് എനിക്ക്. ഇറങ്ങി പോടാ വലിയ. വരട്ടല്ലേ, പോവാൻ തന്നെ വന്നത്, ഇവിടെ കയറി പൊറുക്കാനല്ല. പക്ഷെ ഇനി ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഡേയ്സിയെ കൊണ്ടേ പോവും. തൊട്ടുപോരുത്. ചേരിത്തെരുവിലെ പാവപ്പെട്ട പിള്ളേരെ കയ്യൂക്കത്ത് എനിക്കറിയില്ല. കൊട്ടാരക്കെട്ടിരുന്ന് ശീമപ്പന്നയുടെ നെയ് സേവിച്ചുണ്ടാക്കിയ തന്റെ പൊണ്ണത്തടി ഉണ്ടല്ല, കുത്തി ചോർത്ത് ഞാൻ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവനപ്പൂ ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ല. തോമസേ, ഇവരൊക്കെ എവിടെ പോയി കിടക്കണം? വേഗം ഓടി വാ, ഇല്ലെങ്കിൽ പതിനെ കൊല്ലും. കൊല്ലടാ കൊല്ല്. പക്ഷെ എന്നെ കൊന്നിട്ട് മുതലാളിയും കുണ്ടകൾ എങ്ങോട്ട് പോകുന്നു എനിക്കറിയണം. നിന്റെയൊക്കെ കുടലെടുക്കാൻ പറ്റിയ ആണുങ്ങൾ ഇനിയുണ്ടോ ഞങ്ങളുടെ കൂട്ടത്തില്? എന്നതാണ് ഇത്? മോനെ ഉമാർ ഉപദ്രവിച്ചോ? പറഞ്ഞു പറ്റിച്ച് പെണ്ണിനെ കൈക്കലാക്കിയിട്ട് തിണ്ണമെടുക്ക അടിക്കുന്നതാണ് ആറ്റുവാക്കാരുടെ പാരമ്പര്യം. ഇവന് ഭ്രാന്താണ് മക്കളെ. പിന്നെ മോൻ ഒന്നും ഓർക്കണം, ഇവനൊരു അപ്പനല്ലേ. പിന്നെ തോമാശ്ലീഹ നേരിട്ട് വന്ന് മാമോസ വെള്ളം ഒഴിച്ച് നസ്രാണിപ്പട്ട തന്നവരാ ഞങ്ങള്. അപ്പൊ അവിടുത്തെ ഒരു മാലഹ കുഞ്ഞ് കൈവിട്ട് പോകുമ്പോൾ ഏതപ്പനാ മക്കളെ ദണ്ണം വരാത്തത്? അപ്പൊ ഞങ്ങളുടെ കല്യാണം നടത്തി തരാന്ന് രാമനാഥ് സാറിന് വാക്ക് കൊടുത്തിട്ട് ഇയാളിപ്പോ എന്തിനെങ്ങനെ വൃത്തിയോട് പറയുന്നത്? മോൻ ക്ഷമിച്ചു കള. രാമനാഥനോടെന്നല്ല, യവനോട് ആറ്റുവാക്കാർ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തല പോയാലും അത് പാലിച്ചിരിക്കും. ഞങ്ങൾ നേരും നിറവുള്ളവരാ. മക്കളിപ്പോ ഡേയ്സിലെ വല്യപ്പച്ചനല്ലേ ഈ പറയുന്നേ.